ഒരു വ്യക്തിയെ കൂടി നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ട് ആ വ്യക്തി വിജയിപ്പിച്ച ഘടകങ്ങൾ ഏതാണ് എന്ന് നിങ്ങളെ സാധ്യത. എറണാകുളം ജില്ലയില് പെരുമ്പാവൂരിന് സമീപം ഒരു സുന്ദരമായ ഒരു ഗ്രാമം, കൃഷിയും ഒക്കെ ചെയ്തു നടക്കുന്ന സുന്ദരമായ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ ഒറ്റമുറി എന്ന് വിളിക്കാവുന്ന ഒരു വീട്. ആ വീട്ടില് ആ കുട്ടിയുടെ മാതാവിന് യാതൊരു വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. എഴുത്തും വായന പോലും അറിയില്ലായിരുന്നു. സ്കൂളിലേക്ക് പോയിട്ടില്ല. ആദ്യമായി എഴുത്ത് പഠിക്കുന്നത് സാക്ഷരതാ പ്രസ്ഥാനം തുടങ്ങിയതിനു ശേഷമാണ്. ആ കുട്ടിയുടെ പിതാവ് വെറും 4ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. കൂലിപ്പണിക്കാരായ മാതാപിതാക്കൾക്ക് 3 മക്കൾ. ആ 3 മക്കളിൽ മൂത്തവൻ ആയി വ്യക്തി ജനിക്കുന്നു. തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഗവൺമെന്റ് ഹൈസ്കൂളില്, അന്ന് UP സ്കൂളാണത്, ആ സ്കൂളിൽ 1ാം ക്ലാസ് മുതൽ പഠിക്കുന്നു. 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ സ്കൂളിൽ 8ാം ക്ലാസ് അനുവദിക്കുന്നു. അങ്ങനെ ആദ്യ 8ാം ക്ലാസ്, അവർ തന്നെയാണ് ആദ്യത്തെ 9ാം ക്ലാസ്, അങ്ങനെ ആദ്യത്തെ SSLC ബാച്ച്. ആ സ്കൂളിലെ ആദ്യ SSLC ബാച്ചിൽ ഒരേ ഒരു 10 ക്ലാസ് മാത്രമേ ആ സ്കൂളിൽ ആ വർഷം ഉണ്ടായിട്ടുള്ളൂ. ആദ്യ SSLC ബാച്ചിൽ ആ ഉയർന്ന 10 ക്ലാസ് കിട്ടിയ ഒരേ ഒരു വ്യക്തി. ആ വ്യക്തി പിന്നീട് കോതമംഗലം മാർത്തറേഷ്യസ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പ് മാത്സ് ഓർത്തോഫിലായിട്ട് പഠിക്കുന്നു. തുടർന്ന് BSc സുവോളജി നേടുന്നു. അതിനുശേഷം B.Ed, പിന്നീട് സംസ്കൃത യൂണിവേഴ്സിറ്റി കാലടിയിൽ നിന്ന് M.Ed, ഉടൻ തന്നെ സർക്കാർ സർവീസിൽ ജോലി നിന്നും നല്ല ഉദ്യോഗമുള്ള സുന്ദരിയായ നല്ലവണ്ണം പഠിക്കുന്ന സർക്കാർ ജോലിയുള്ള ഒരു ടീച്ചറെ വിവാഹം കഴിക്കുന്നു. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ദൈവം 3 മക്കളെ നൽകി ആ ദമ്പതിമാരെ അനുഗ്രഹിച്ചു. 3 മിടുമിടക്കരായ 3 രത്നങ്ങൾ. സർവീസിലിരിക്കെ അദ്ദേഹം സോഷ്യോളജിയിൽ ഒരു MA നേടി. തുടർന്ന് സൈക്കോളജിയിൽ MS നേടി. ജീവിതത്തിൽ അക്ഷരാഭ്യാസമില്ലാത്ത ഒരു മാതാവിന്റെ, 4ാം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ള ഒരു പിതാവിന്റെ, ആ വീട്ടിൽ ആദ്യമായി വൈദ്യുതി കിട്ടുന്നത് ഡിഗ്രി കഴിഞ്ഞ് B.Ed പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വിദ്യാർത്ഥിയുടെ വീട്ടിൽ ആദ്യമായി കറണ്ട് കിട്ടുന്നത്. അപ്പോൾ മണ്ണെണ്ണ വിളക്കിന് മുന്നിലിരുന്ന് പഠിച്ച് ജീവിതത്തിന്റെ ഒരുപാട് മേഖലകളിൽ മാതാപിതാക്കളോടൊപ്പം കൂലിപ്പണിക്കൊക്കെ പോയിട്ടുള്ള, കൊയ്യാനും ഇങ്ങനെയുള്ള നിരവധി പരിപാടികൾക്ക് പോയിട്ടുള്ള ആ വ്യക്തി ഇന്ന് ഈ സർക്കാർ ഇരുന്നു കൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങോളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ വിവിധ തരം പ്രോഗ്രാമുകളിൽ പങ്കെടുത്തുകൊണ്ട് IAS-കാരും ഒക്കെ ഇരുന്നിട്ടുള്ള മന്ത്രിമാരൊക്കെ ഇരിക്കുന്ന വേദികളിൽ ക്ലാസുകൾ എടുത്തുകൊണ്ട് ഇന്ന് ആ ഗ്രാമത്തിന്റെ ചെറ്റക്കുടലിൽ നിന്ന് ഇന്ന് അദ്ദേഹം ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം മാറിയിട്ടുണ്ട്. ആ വ്യക്തിയോട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: താങ്കളെ ഇത്രമാത്രം പ്രശസ്തനാക്കി ജീവിതത്തിന്റെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ആ ഘടകം എന്താണ്? അപ്പൊ ചോദ്യം നിങ്ങൾ ചോദിക്കും, ആ വ്യക്തി ആരാണ്? ഒരു ഗവൺമെന്റ് സ്കൂളിന്റെ ആദ്യ SSLC ബാച്ചിൽ ഒരേ ഒരു 10 ക്ലാസ് ആ വർഷം ഉണ്ടായിട്ടുള്ളൂ. ആ 10 ക്ലാസ് നേടി പിന്നീട് നിരവധി ബിരുദാനന്തര ബിരുദങ്ങൾ നേടി സർക്കാർ ജോലി നേടി ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ എത്തപ്പെട്ട് ഇന്ന് അത്യാവശ്യമില്ലാത്ത